പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ മീൻ വറുത്തുമാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതുവരെയായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ടാക്കും. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ മീൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ സാധാ പുളിയാണ് ചേർക്കല്, അതായത് നമ്മളെ വളംപുളി. അപ്പോൾ ഇന്ന് നമ്മൾ കുടംപുളി ചേർത്തിട്ടുള്ള മീൻ കറിയാണ് നമ്മൾ ഇപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ. കുറേ മുമ്പൊക്കെ ഞങ്ങൾ കുടംപുളി ഇട്ട് കറി വെച്ചിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഞങ്ങൾ വെച്ചിട്ടില്ല. ചാനലിൽ മാത്രമല്ല, നമ്മൾ അതിൻ്റെ മുമ്പ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് അതെ കുറേ ആയിട്ട് ഒന്നും അങ്ങനെ വെക്കില്ല, ആദ്യമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഇന്ന് വെക്കുന്നത്. പിന്നെ അയല വറുത്തതുമാണ്, ചെറിയ അയലയില്ല, ഭയങ്കര വലിയ അയലയല്ല, അങ്ങനെയാണ് ഇപ്പം. അപ്പോൾ നമുക്കതൊന്ന് കാണാം. അപ്പോൾ നമ്മളെ മീൻ ഇവിടെ ഉണ്ട്. പിന്നെ തക്കാളി പച്ചമുളകൊക്കെ അതിൽ ചേർക്കാനുള്ളത്. മീൻ ഇപ്പോൾ ഇത് ഒരു 3/4 കിലോൻ്റെ അടുത്തുണ്ട്, അതായത് ഒരു 700 ഗ്രാമോളുണ്ട്. 750 ഇല്ല, 700 ഗ്രാം ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നാണ്. അപ്പോൾ പിന്നെ ഇതൊരു പാക വലുപ്പത്തിലുള്ള അയിലയാണ്. ഇതിന് അത്ര അധികം വിലയില്ല, കുറച്ചുകൂടി ഒന്ന് വിലയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല മീനാണ്. അപ്പോൾ അതാണിപ്പോൾ ഇന്ന് എടുക്കുന്നത് നമ്മൾ. ക്ലീനിങ് ഒക്കെ അവിടുന്ന് കഴിഞ്ഞ് കൊണ്ടുവന്നാണ്. ഒന്നും നോക്കാനില്ല. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് മുറിക്കാനൊക്കെ ഉള്ളൂ, അത് കഴിഞ്ഞ്. അപ്പോൾ ഇനി മീൻ ഒക്കെ കഴുകി വൃത്തിയാക്കിയതാണ്. ഒക്കെ ഒന്ന് മുറിക്കാം. ഇനി നമുക്ക് ഇത് വറക്കാനുള്ളത് വരിയാണ്, ഒരു 4 എണ്ണം. അതാണ് വറക്കാൻ. ബാക്കിയൊക്കെ കറി വയ്ക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത് വറക്കുന്നതിലേക്ക് നമ്മൾ ഫിഷ് ഫ്രൈ മസാല അതിട്ടു. പിന്നെ ഇതാ ഉപ്പ്. ഈ മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ. നല്ല മസാലയാണിത്, ഇത് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അത് ചേർത്തൊക്കെ അവിടെ തിരുമ്പി വെച്ചു. ഇത് കറി വയ്ക്കുന്നതിലേക്ക് ഇതാ നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി അതൊക്കെ ചേർക്കാം. ഉപ്പ് ചേർക്കാം. ഇനിയിപ്പോൾ കറി വയ്ക്കുന്ന ഇതാ തക്കാളി, പച്ചമുളക് അതൊക്കെ കറി വയ്ക്കുന്നതിലേക്ക് ചേർക്കാനുള്ളതാണ്. പച്ചമുളക് നീളത്തിലൊന്നും കണ്ട് കീറി കൊടുക്കാം. 2 തക്കാളിയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ തക്കാളി നുറുക്കി അത് കറി വയ്ക്കുന്നതിലേക്ക് ഇടാനുള്ളതാണ്. അപ്പോൾ അതവിടെ ആയി. ഇത് നമുക്ക് തേങ്ങ അത് ചിരവിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് മിക്സിൻ്റെ ജാറിലിടാം. അരച്ചെടുക്കാനുള്ളതാണ്. അതിലേക്ക് ചെറിയ ഉള്ളി ഒന്ന് ഇടുന്നുണ്ട്. അത് അരച്ചത് ചേർക്കാണ്. അരച്ചത് അത്യാവശ്യം ഉണ്ട്, ഇന്ന് നല്ലുണ്ട്. ഇപ്പോൾ കറി വയ്ക്കുന്നതാണ്. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ കുടംപുളി അത് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. കുടംപുളി കഴുകി വൃത്തിയാക്കിയ ശേഷം പിന്നെ അത് വെള്ളത്തിലിട്ട് ഒരു അരമണിക്കൂറിലേറെ വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് അപ്പോൾ അതിൽ നമ്മൾ ഒഴിച്ചത് കറിയിൽ. ഇന്ന് നമ്മൾ കുടംപുളി ഇട്ടിട്ടുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ കറി, ഇന്നത്തെ കുടംപുളി ഇട്ട മീൻ കറി ഏതായാലും ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതാ ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. കറിവേപ്പില അത് ചേർക്കാം. ഇനി വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അത് വഴറ്റിയിടുകയാണ് ഞങ്ങൾ. കറി ഇവിടെ റെഡി. ഇനി വറക്കലിടും. 4 എണ്ണം അത് വറക്കാണ്. പപ്പടം കാച്ചിച്ചത് അവിടെ ഉണ്ട്, അതിപ്പോൾ ഞാൻ അടച്ചു വെക്കണം. ഇപ്പോൾ ഒരു ഭാഗം വെന്തിട്ടുണ്ട്. അത് വേറെ പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാത്തതല്ലേ. അപ്പോൾ ഈ ഒരു മസാല മാത്രം ചേർത്ത് നല്ല രസമാണത്.
അപ്പോൾ എല്ലാം ഒക്കെ ഒന്ന് മറിച്ചിടാണ്. പിന്നെ ഒന്നുണ്ട് വേവിച്ചെടുക്കുക വേണ്ടു ഈ ഒരു ഭാഗം കൂടി. അപ്പോൾ അതും ഇവിടെ ആയി. അപ്പോൾ നമ്മൾ മീൻ കറിയും ഇവിടെ റെഡിയായി, വറുത്തും രണ്ടും കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഊണഴിക്കുന്നേ ഉള്ളൂ. ഈ ഒക്കെ കറി ഇതൊക്കെ ഒന്ന് ഇരുന്ന് മസാലയ്ക്ക് നന്നാക്കി പിടിക്കുകയും ചെയ്യും. ഇവ ഊണഴിക്കുന്നുണ്ട്. അപ്പോൾ ഊണ് കഴിക്കേ അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. പിന്നെ നമ്മളെ മീൻ കറി അത് കൊടുക്കാം. പിന്നെതാ മീൻ വറുത്തത് അത് കൊടുക്കാം. പിന്നെ പപ്പടം കാച്ചിയത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചതാണ് പുളിയിഞ്ചി, അതും ലേശം ഒന്ന് കൊടുക്കാൻ വയ്ക്കും. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ നമ്മളെ ഊണ് വിഭവങ്ങൾ. എൻ്റെ നമ്മളെ കൊടംപുളി മീൻ കറി രസമുണ്ടല്ലേ? നമ്മൾ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മളിന്ന് കൊടംപുളി ഇട്ട് വെച്ച മീൻ കറിയാണ്. ആദ്യം നമ്മൾ മീൻ കറി ഒന്ന് നോക്കുക. മീൻ കറി അല്ല, ഭയങ്കര മീൻ കറിയാണ്. ഈ പുളിയാകുമ്പോഴൊരു ടേസ്റ്റ് കൂടുതൽ തന്നെയാണ്, അതിൽ സംശയമില്ല. അമ്മ പിന്നെ കുടംപുളി ഇട്ട മീൻ കറി ഇപ്പോൾ കഴിച്ചിട്ട് കുറേ ദിവസമായി. ഞാൻ പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ഹോട്ടലിൽ പോകുമ്പോൾ കഴിക്കുന്നുണ്ടല്ലോ, എനിക്കിഷ്ടമാണ്. അമ്മയ്ക്ക് പിന്നെ അങ്ങനെ ആദ്യം ഇഷ്ടമായിരുന്നില്ല, ആണ് പിന്നെ ഞങ്ങൾ വാങ്ങാത്തത്. ഒന്ന് കഴിച്ചിട്ട് അമ്മയ്ക്ക് ഏറെ ഇഷ്ടമായിരിക്കണം. പിന്നെ ഇപ്പം നമ്മുടെ മീൻ വറുത്തത്, വറക്കുന്ന മസാല നല്ല രസമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.